നമസ്കാരം. സിനിമയെ സ്നേഹിക്കാത്തവർ വളരെ കുറവാണ്. സിനിമയെ സ്നേഹിക്കുന്ന യുവ സംവിധായകരുടെ ചിത്രങ്ങളായിരുന്നു അവൻഗാർഡിലൂടെ നമ്മൾ പരിചയപ്പെട്ടത്. പ്രേക്ഷകരുടെ മാർക്ക് കൂടെ കണക്കിലെടുക്കുമ്പോൾ ഇതിൽ ഏതൊക്കെ ചിത്രങ്ങളായിരിക്കും ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുക എന്നാണ് റോഡ് ടു ഫിനാലയിലൂടെ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന ചിത്രങ്ങൾ ഏതാണെന്ന് അറിയാം. അതിനു മുന്നേ ഞാൻ നമ്മുടെ ജൂറി പാനലിനടുത്തേക്ക് നീങ്ങുകയാണ്. വെൽക്കം. നമസ്കാരം സാർ, അവൻഗാർഡിൻ്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ആ സെലക്ഷൻ പ്രോസസ്സിലേക്ക് തന്നെ വരികയാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 22 ചിത്രങ്ങളിൽ ഇനി ഏതൊക്കെയാണ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താൻ പോകുന്നത്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ചിത്രം ഏതാണ്? ഇന്ന് പാലസ്റ്റീൻ ഉണ്ട്, റോൾ നമ്പർ 9 ഉണ്ട്. അതിൽ പാലസ്റ്റീൻ എടുക്കുക ആദ്യം, അല്ല? എൻ്റെ പുതിയ കവിത പാലസ്തീന് വേണ്ടി. രാമ 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 പാഹിമ രാമപാദം എടാ പോയി അരിയും പയറും വാങ്ങിട്ട് വേടാ. എന്നെ കൊണ്ടൊന്നും പോയാ അവളോട് പറ, അവള് വെറുതെ ഇരിക്കണല്ലേ. നാമം ജപിക്കുന്ന കൊച്ചിനോടാണോ ഇതൊക്കെ പറയുന്നത്? പോയി വാങ്ങിട്ട് വേടാ. ഒരു ഉപകാരം ഇല്ലാണ്ട് വെറുതെ പുസ്തകം. പാലസ്റ്റീൻ വന്ന സിനിമകളിൽ കുറച്ചൊരു സബ്ജക്റ്റ് വൈസിൽ കുറച്ച് വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഫിലിമാണ്. പിന്നെ ആക്ടിങ്ങിൻ്റെ ആംഗിളിൽ ചിന്തിക്കേണ്ട ഒരു സിനിമയായിരുന്നു. എന്തായാലും അതിൻ്റെ പാലസ്റ്റീൻ അന്ന് തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണുകയും അതിനെ അർഹിക്കുന്ന മാർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, ഞാൻ ശ്രീകാന്ത് സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ഒരു ശ്രീകാന്ത് സാർ. സാറിൻ്റെ എല്ലാ കവിതയും ഞാൻ വായിക്കാറുണ്ട്. സാർ എഴുതുന്ന ആ രീതിയില്ലേ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് എഴുതിയ അമേരിക്ക എന്ന കവിതയില്ലേ സാറേ, സാർ ആ കവിത വായിച്ചപ്പോഴാണ് അമേരിക്കയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഓ അതൊക്കെ ആയിക്കോട്ടെ, താനിപ്പോൾ എന്നെ കാണാൻ വന്നത്? അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ കവിതയൊക്കെ എഴുതാറുണ്ട്. ചെറുപ്പകാലം തൊട്ടേ ഞാൻ കവിത എഴുതാറുണ്ട്. അപ്പോൾ പക്ഷേ എന്തോ എൻ്റെ കവിതയ്ക്ക് കുറവുണ്ട്. ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ കവിത അയച്ചു കൊടുക്കാറുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടൊന്നും പ്രസിദ്ധീകരിച്ചു വന്നിട്ടില്ല. എന്താണ് എൻ്റെ പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഇതല്ലാതെ വേറൊരു പണിയും എനിക്കറിയില്ല സാർ. ഇപ്പോൾ ഞാനാകെ ടെൻഷനില്ല സാർ. സാർ, എനിക്ക് എങ്ങനെയെങ്കിലും നല്ല കവിയാവണം സാർ. എനിക്ക് മൊത്തം ഈ കണ്ട 64 സിനിമകളിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2 സിനിമകളുടെ കൂട്ടത്തിലൊക്കെ 2-3 സിനിമകളുടെ കൂട്ടത്തിൽ പാലസ്തീൻ എന്തായാലും ഉണ്ട്. ശരിക്കും നമ്മളന്ന് ആ ഡയറക്ടറിനോട് സംസാരിച്ചപ്പോഴും, അതായത് ഇത്തരം നല്ലൊരു സിനിമ ഉണ്ടാകാൻ അദ്ദേഹത്തിന് ചിലവായത് 3000 രൂപയാണ്. പക്ഷേ ഞാൻ അന്ന് കണ്ടു, അതിനുശേഷം ഇപ്പോഴും കാണുമ്പോഴും ആ സിനിമ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് മിനിമലൈസേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ആളുകൾ പല ഷോർട്ട് ഫിലിം മേക്കേഴ്സ് അവകാശപ്പെടാനുള്ള സാർ പൈസ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതില്ല ഇതില്ല. പക്ഷെ ഇത്ര മിനിമലായിട്ട് ചെയ്തിട്ട് കൂടി ഒരു ഫ്രെയിമിൽ കൂടെ ദാരിദ്ര്യം എന്ന സാധനം ഈ പടത്തിൻ്റെ 7 ആയാലും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. സാറിൻ്റെ കൂടെ നിന്ന് സാറിൻ്റെ രീതികളൊക്കെ ഒന്ന് സാറെ അസിസ്റ്റ് ചെയ്യാൻ. അസിസ്റ്റന്റോ? ഇതിന്റെ സിനിമയോ? ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എഴുതും, അതാ എൻ്റെ ശൈലി. അതിനെന്തിനാ അസിസ്റ്റന്റ്? സാർ അത് സാർ ഞാൻ ഉദ്ദേശിച്ചത്, സാർ എനിക്കിനിയും കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ സാറിൻ്റെ കൂടെ നിന്ന് ആ കവിതയുടെ ക്രാഫ്റ്റൊക്കെ ഒന്ന് പഠിച്ചാൽ, സാർ എനിക്ക് നല്ല ഉറപ്പുണ്ട് സാറിൻ്റെ കൂടെ നിന്നാൽ ഞാൻ നന്നായിട്ട് മെച്ചപ്പെടും. സാറെന്നെ ഒരു ശിഷ്യനായി, സാറ് ഒരു ശിഷ്യനായിട്ട് എന്നെ കണ്ടാൽ മതി. സാർ, ഇത് ഞാൻ എഴുതിയ കുറച്ച് കവിതകളാണ്. അപ്പോൾ സാർ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്താണ് ഇതിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ, കൊള്ളാം. തുടക്കക്കാരൻ്റെ അല്ലേ, കുറവുകളൊക്കെ കാണും. ഇതിനാണ് ഞാൻ സാറിൻ്റെ ഹെൽപ്പ് ചോദിച്ചത്. സാറ് വിചാരിച്ചാൽ എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. സാറ് എന്നെ ഒന്ന് സാറിൻ്റെ കൂടെ നിർത്തിയാൽ മതി. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഞാൻ ഉണ്ടാകണമെങ്കിൽ സാറിനെ പറഞ്ഞു കേട്ടോ. നോക്കട്ടെ.
കാസ്റ്റിങ്ങും സാധാരണഗതിയിൽ ഇവിടെ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഒരു നായകനുണ്ടാവും അല്ലെങ്കിൽ ഒരു മെയിൻ കാസ്റ്റ് ഉണ്ടാവും. അയാൾ കഷ്ടപ്പെട്ട് പുൾ ഓൺ ചെയ്യും ഫിലിമിനെ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇത് രണ്ടുപേരുടെയും കാസ്റ്റിംഗ് ഭയങ്കരമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ ഓൾഡർ പേഴ്സണെ അവതരിപ്പിച്ച ആള് ലിറ്റററി പേഴ്സണാലിറ്റി തന്നെയാണ്. അതെ, അദ്ദേഹം എന്താ മനോരാജ്യത്തിൻ്റെയൊക്കെ എഡിറ്ററായിട്ടും ഒക്കെ പ്രവർത്തിക്കുകയും പിന്നെ അതിനു മുൻപ് വിദ്യാഭവനിലെ ജേർണലിസം പഠിക്കുകയൊക്കെ ചെയ്ത ആളാണ്. കാരണം ഈ ഇങ്ങനത്തെ ഒരു കവി, വളരെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് കയറിയ ഒരു കവിയെ നല്ല കണ്ടുപരിചയമുള്ള ഒരാളാണ് എന്തായാലും. കാരണം ആ മാനറിസംസ് ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അത് കാരണം നമുക്ക് ആ ഡെലിവറി ചെയ്യുന്ന കാസ്റ്റ് അത്രയും ഒതന്റിക് മോൾഡിലാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഞാൻ എൻ്റെ അമേരിക്കയിൽ കവിത വായിച്ചിട്ടുണ്ടോ? ആ അമേരിക്കയിൽ ഞാൻ എൻ്റെ വായനക്കാരോട് ശക്തമായ രീതിയിൽ അവരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങത്തക്ക രീതിയിൽ എന്താണ് മനുഷ്യത്വം, എന്താണ് നമ്മൾ ഒരാൾ വളരെ കഷ്ടമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതാണ് അതിലെ പ്രമേയം. ഇങ്ങനെ മാനവികതയുടെ ശരിയായ ഒരു സംവേദനം അമേരിക്ക എന്ന കവിതയിലുണ്ട്. തോന്നിയില്ലേ? ഒരു കവിത എഴുതുമ്പോൾ ഇതെല്ലാം ഓർമ്മ വേണം, എന്നാലേ നല്ലൊരു കവിയാവും. മാഷോ എവിടെ പോയിട്ട് വരുന്നു? ഞാനിവിടെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അടുത്ത ആഴ്ച എത്തിക്കോളാം കേട്ടോ. ശരി, അപ്പോൾ വരട്ടെ. ശരി സാർ, ഇതാ പാർട്ടി വിട്ടുപോയ CP. അതെ CP തന്നെ. എന്തോ ചില ദുരിതാരണ കൊണ്ട് പാട്ട് വിട്ടു പോയതാണ്. സാറിന് അറിയേണ്ട കാര്യമല്ലോ. അതൊക്കെ വിട്. താൻ ആ നേറ്റങ്കരയിലെ സ്വീകരണക്കാരെങ്ങാനും പിന്നെ കോണ്ടാക്ട് ചെയ്തോ? അത് വിളിച്ചോ? അതുപോലെ സിനിമാറ്റോഗ്രാഫിയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ, നല്ല കൈയടക്കമുള്ള സിനിമാറ്റോഗ്രാഫിയാണ് അതിൻ്റെ. അല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ അത് ആ വക കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ 81 മാർക്സ് അന്ന് വരില്ല. പിന്നെ അദ്ദേഹത്തിന്റെ അഭിനയത്തിനെ പറ്റിയും, പിന്നെ അഭിനയത്തിന് നല്ല മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ചില സിനിമകൾ മാത്രമേ രണ്ടാമത്തെ കാഴ്ചയിൽ നമുക്ക് കുറച്ചും കൂടി തോന്നാറുള്ളൂ. ആ ഗണത്തില് വീണ്ടും കാണാവുന്നൊരു സിനിമയാണ് എന്നുള്ളൊരു. എനിക്കിപ്പോ രണ്ടാമത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അന്ന് കണ്ടതിന്റെ ഒരു പടി മുകളിലേക്ക് സിനിമ വന്നു. ഒരു നല്ല വർക്കിന്റെ ലക്ഷണമായിട്ട് തന്നെ അതിന് കണക്കാക്കണം. അത് ആകെ 11 മിനിറ്റേ ഉള്ളൂ. നമ്മുടെ 11 മിനിറ്റ് അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. 11 മിനിറ്റില് അല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട വേറെ കാര്യം കൂടെ ഉണ്ട്. ഇങ്ങേർക്ക് കൊടുക്കുന്ന പൗരസ്വീകരണത്തിലും മറ്റും ഒറ്റ പൗരന്മാരില്ല. കാരണം അതൊന്നും യാതൊരു ആവശ്യമില്ലാന്ന്, അത് ആവശ്യമാണെന്ന് നമ്മളെ തോന്നിപ്പിച്ചിട്ടുമില്ല. പ്രിയമുള്ള നല്ലവരായ നാട്ടുകാരെ, സാഹിത്യപ്രേമികളായ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. അമേരിക്ക എന്ന എൻ്റെ കവിതയിൽ ഞാൻ ഇന്നത്തെ നമ്മളൊക്കെ വളരെയധികം പാടിപ്പുകഴ്ത്തുന്ന അമേരിക്കയുടെ യഥാർത്ഥമായ മുഖം, അതെ, കപടവും ക്രൂരവുമായ മുഖം നിങ്ങൾക്ക് പലർക്കും അറിയില്ല. ഞാനതിൻ്റെ കവിതയിലൂടെ വരച്ചു കാണിച്ചിട്ടുണ്ട്. അതെ ശരി സാർ, 81 മാർക്കായിരുന്നു അന്ന് ജൂറി കൊടുത്തത്. ഇനി പ്രേക്ഷകരുടെ മാർക്ക് 30-ൽ എത്ര ലഭിക്കുന്നത് നോക്കാം. നമ്മുടെ വെബ് ടീം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകും. അവൻഗാർഡിൻ്റെ 25ാം എപ്പിസോഡിൽ ഓഗസ്റ്റ് 10-ാം തീയതി സ്ക്രീൻ ചെയ്ത സിനിമയാണ് പാലസ്തീൻ. മീഡിയ വണ്ണിൻ്റെ വെബ്സൈറ്റിലൂടെയും ഇമെയിലിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഓഡിയൻസ് പാലസ്തീന് നൽകിയിരിക്കുന്ന മാർക്ക് 30-ൽ 15 വെബ് ടീമിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് 15 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് 30. അന്ന് ലഭിച്ചത് 81 മാർക്കായിരുന്നു ജൂറിയുടെ.
സോ ഇതെല്ലാം ടോട്ടൽ ചെയ്തതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എനിക്ക് 15 കിട്ടിയുള്ളൂ എന്നതിൽ വലിയ വിഷമം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ 15 കിട്ടിയല്ലോ എന്നതിലൊരു സന്തോഷവും തോന്നുന്നു. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അതുകൊണ്ടിട്ടാണ് സെലക്ട് ചെയ്യപ്പെട്ടല്ലോ എന്നുള്ള ആശ്വാസം. 96 ടോട്ടൽ വരുന്നത്. 96 കിട്ടാതെ ഇത് താഴെ പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊക്കെ ഒരു വിഷമം തോന്നിയേനെ. അതിൻ്റെ ഒരു കാരണം അതൊന്ന് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ തോന്നുന്നുണ്ട്. അതായത് ഇൻ്റർനെറ്റിലെ സ്വീകാര്യതയായിരിക്കില്ല ഒരു കാരണവശാലും നമ്മളിപ്പോൾ നടത്തുന്നൊരു ഇവാലുവേഷൻ. അതിൻ്റെ ഒരു വളരെ ക്ലിയർ റിഫ്ലക്ഷനാണ് നമ്മളിവിടെ കണ്ടത്. അല്ല, ഇതിപ്പോ ഇതിൻ്റെ അകത്ത് ഒരാള് ഒരു സീരിയൽ ആർട്ടിസ്റ്റോ നോൺ ഫേസ് ആയിരുന്നെങ്കിൽ ഇതിന്റെ മാർക്ക് ഇങ്ങനെ ആയിരിക്കില്ല. അത് മാത്രമല്ല ഇതിന്റെ സബ്ജക്റ്റിന്റെ റെലവൻസ് അങ്ങനെ ഒരു മാസിന് സോഷ്യൽ മീഡിയ വിഷയമല്ല, നിർബന്ധമില്ല. അതെ, അപ്പോൾ ആ ഒരു വിലയിരുത്തലും കൂടി ഇത്തരണത്തിൽ നടത്താവുന്നതാണ്. കാരണം യൂട്യൂബിൽ ഹിറ്റാവുക എന്നത് മാത്രമല്ല നമ്മുടെ ഒരു മാർക്കറ്റലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആസ്വാദ്യതയുടെയോ മാനദണ്ഡം. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ അതിൻ്റെ ഈ മാസ് മീഡിയയുടെ ഒരു പവറിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഫൈനായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ. ഇപ്പം ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഫൈനസ് ചിലപ്പോൾ ഒരു എന്താ കമ്പ്യൂട്ടറിൻ്റെയോ ലാപ്പിൻ്റെയോ സ്ക്രീനിൽ കിട്ടണമെന്നില്ല. ഒരു മൊബൈൽ സ്ക്രീനാണെങ്കിൽ പറയാൻ വേണ്ട. അതിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെടുന്നത് മ്യൂസിക്കാണ്. കാരണം നമ്മൾ ലാപ്ടോപ്പിൽ ഒരിക്കലും കാണാൻ പോകുന്നത് ഒരു അക്കോസ്റ്റിക്കലി ട്രീറ്റഡ് സ്പേസിലല്ല. അപ്പോൾ ഒരുപാട് ശബ്ദങ്ങൾക്കിടയിൽ ജീവിച്ചു പോരാൻ യോഗമുണ്ടെങ്കിൽ ആ മ്യൂസിക് ആസ്വദിക്കപ്പെടുമെന്നല്ലാതെ. അതുകൊണ്ട് തന്നെ നന്നായി ചെയ്തിട്ടുള്ള ഓഡിയോ ഡിസൈനുകൾ ഒരു സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ വരുന്ന ഫിലിമുകളിൽ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടില്ല. കാരണം പല ബഹളങ്ങൾക്കിടയിലായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അല്ല, ഇതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. മ്യൂസിക്കിനെ പലപ്പോഴും ചത്തുപോകാതെ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു കാര്യം യൂട്യൂബിനുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇത് അല്ലാതെ നമ്മൾ മ്യൂസിക് മാത്രം തേടി പോകുമ്പോൾ അതിന്റെ ഫൈറ്റ് വേറെ. കാരണം അപ്പൊ നമ്മൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ ആ ലാപ്ടോപ്പിന് അതിന്റെ സ്പേസിലുണ്ട്. പക്ഷെ ഫിലിം കാണുമ്പോൾ പലപ്പോഴും നമ്മൾ അത്രത്തോളം ശ്രദ്ധിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അത്രേ ഉള്ളൂ. ശ്രദ്ധിക്കുന്നവരുണ്ട്. പലസ്തീൻ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല, ഇപ്പോൾ പ്രഖ്യാപിച്ചു. അതിൻ്റെ വിജയമാണ് തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ എനിക്ക് നൽകിയിട്ടുള്ള അവാർഡും അതോടൊപ്പമുള്ള നിങ്ങളുടെ സ്നേഹോഷ്മളമായ പ്രാർത്ഥനകളും ആശിസ്സുകളും. പ്രിയമുള്ളവരെ, മുറിവേറ്റവരുടെ വേദന അകറ്റാൻ, കേഴുന്ന കരളുകളുടെ കണ്ണീരൊപ്പാൻ, ആശ്വാസത്തിന്റെ അമൃതധാരയാൽ പാവപ്പെട്ടവരുടെ, പതിതരുടെ, എക്കാലവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പകരത്തിയോളം വിയർപ്പൊഴുക്കിയാൽ പോലും കീഴടക്കാൻ പാടുപെടുന്ന പട്ടിണിപ്പാവങ്ങളുടെ കൈതേരിമാരുടെ ക്ലാസ്സുകൾ എന്നെ പഠിപ്പിച്ചു എങ്ങനെ എഴുതണം, എങ്ങനെ ജീവിക്കണമെന്ന്. പലസ്തീൻ 96 മാർക്കുമായി മീഡിയ വൺ ഷോർട്ട് ഫിലിം അവാർഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമ ഏതാണ്? റോൾ നമ്പർ 9. റോൾ നമ്പർ 9 നമുക്കൊരു ഇഷ്ടമാവുന്ന സാധനമാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ബെസ്റ്റ് 10ലേക്ക് കയറില്ലായിരിക്കും. കയറില്ലെങ്കിൽ പോലും നമുക്കതിനൊരു ഇഷ്ടം തോന്നുന്നു. ഇഷ്ടം തോന്നുന്നു പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയാൽ മേക്കർ ചെയ്ത് പഠിച്ചതാണ്. വലിയൊരു ഹെവി സാധനമൊന്നും എടുത്തു വയ്ക്കാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സീക്വൻസ് വൃത്തിയായിട്ട് ചെയ്തെത്തിക്കാൻ പറ്റുമോ? അതായിരുന്നു ഉദ്ദേശമെങ്കിൽ അതിൽ മേക്കർ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബെസ്റ്റ് 22ലേക്ക് വന്നത്.
ഇത്തരമൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളേ ഉള്ളൂ. അല്ലെങ്കിൽ ലൈക്ക് ആസ് എ ഫിലിം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, എൻഗേജിങ് ആണ്. എസ്പെഷ്യലി ഈ ലൈക്ക് ഒരു സ്കൂള് കാണിക്കുക, കുട്ടികളെ വെച്ചിട്ട് വർക്ക് ചെയ്യുക, അതിൽ ഒരുപാട് നല്ല പെർഫോമൻസസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട് പടത്തിൽ. അതിന്റെ മേക്കർ എനിക്ക് ഓർമ്മയുണ്ട്, നന്നായി ചിരിക്കുന്ന ഒരു മേക്കറായിരുന്നു. ഓർമ്മയില്ലേ? കിരൺ പ്രസാദ്. എനിക്ക് തോന്നുന്നു ആ ഷൂട്ടൊക്കെ വളരെ എൻജോയ് ചെയ്ത് പോയി. ഫൈനൽ ഇതിനെ പറ്റി ചോദിച്ചപ്പോഴ് ഇവൻ വായിൽ വെച്ചിരിക്കുന്ന പേപ്പർ അതിനു മുൻപ് മറ്റൊരു സ്ഥലത്താണ് ആ പയ്യൻ ഒളിപ്പിച്ചു വെച്ചിരുന്നതെന്നുള്ളത് പണ്ടാരോ വെയിലിൽ നിന്ന് പാമ്പിന്റെ അടുത്ത് വെച്ചെടുത്ത് കാര്യമൊക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ലൈറ്റർ ഫിലിം എന്നുള്ളതിൽ എന്തായാലും ഇവിടം വരെ എത്തി എന്നുള്ളതും എന്തായാലും ഫൈനൽ ഇതിൽ അവർ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ ഓഡിയൻസ്മാർക്ക് അതിന് കൂടുതലുണ്ടാവും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു നോക്കാം സാർ. എന്തായാലും ആ ഓഡിയൻസ് മാർക്കും കൂടെ വന്നാൽ നമുക്കതിന് ഒരു കൺഫർമേഷൻ ആകും സെലക്ട് ആയോ ഇല്ലയോ എന്ന്. അതിന്റെ ഉറപ്പായിട്ടും. കാരണം നമ്മളിപ്പോ ഏതാണ്ട് സെലക്ട് ആവില്ല എന്ന പോലെയാണ് പറഞ്ഞു നിർത്തിയത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഓഡിയൻസ് മാർക്ക് നന്നായി വന്നിട്ടുണ്ടാവാം. കാരണം അങ്ങനെ ഒരു ലൈറ്റർ സബ്ജക്റ്റ് ആണ്. ഹ്യൂമറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഹ്യൂമറസ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് കുറച്ചധികം ഓഡിയൻസ് ഉണ്ട് ശരിക്കും. അപ്പോൾ ഈ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് യൂട്യൂബിലെ ഷോർട്ട് ഫിലിം പലപ്പോഴും നമ്മളൊരു ആന്റി ഡിപ്രസന്റ് ആയിട്ടാണ് കാണാറ്. തീർച്ചയായിട്ടും ഫുള്ളി ടൈറ്റ്ലി വൗണ്ട് മൊമെന്റ്സിൽ എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് കണ്ടൊന്ന് അൺവൈൻഡിങ് അക്കരെ കാഴ്ചകൾ എന്ന് പറഞ്ഞ സീരിയലൊക്കെ ഉണ്ടല്ലോ. അക്കരെ കാഴ്ചകളിലൊക്കെ നമ്മുടെ ABCD അഭിനയിച്ച ഗ്രിഗറിയൊക്കെ അക്കരെ കാഴ്ചകളിലൂടെ വരുന്നത്. അപ്പൊ ഞാനും ഗ്രിഗറിയൊക്കെ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും ഒരു ഭയങ്കര വലിയ ഫാൻ സർക്കിളുണ്ട്. ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെ, ഡൽഹി എല്ലാം IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഇവരുടെ ഇടയിൽ ഭയങ്കര പോപ്പുലറായി. ഇവൻ പുറത്ത് NRIസും കിടക്കുന്നതിന് മുമ്പ് ഇത് കണ്ടിട്ട് കിടക്കും പറയുന്നത്. ഇത് ഭയങ്കര ഹ്യൂമറസ് ആണല്ലോ. നമുക്ക് റോൾ നമ്പർ 9 ഓഡിയൻസ് മാർക്കിലേക്ക് കിടക്കാം. വെബ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കതറിയാം. 56-ാം എപ്പിസോഡിൽ ഡിസംബർ 1-ന് സ്ക്രീൻ ചെയ്ത സിനിമയാണ് റോൾ നമ്പർ 9. അന്നു മുതൽ ഇന്ന് വരെ പ്രേക്ഷകർ ഇമെയിലിലൂടെയും ഫേസ്ബുക്കിലൂടെയും വെബ്സൈറ്റിലൂടെയും നമുക്ക് നൽകിയ മാർക്ക് കണക്കാക്കുമ്പോൾ റോൾ നമ്പർ 9-ന് ലഭിച്ചിരിക്കുന്ന മാർക്ക് 15 ആണ്. 30-ൽ 15 മാർക്കാണ് റോൾ നമ്പർ 9-ന് കിട്ടിയിരിക്കുന്നത്. ശരി സാർ, ഓഡിയൻസ് മാർക്ക് അറിഞ്ഞിരിക്കുകയാണ്. പാലസ്തീന് ലഭിച്ച അതേ മാർക്ക് തന്നെ 15 ഔട്ട് ഓഫ് 30 15. ഇനി എങ്ങനെയാണ് സെലക്ഷൻ ജെയിൻ സാർ? അപ്പോൾ പ്രേക്ഷകരും അങ്ങനെ
അത്ര സഹായിച്ചില്ല. സോ ആസ് എക്സ്പെക്റ്റഡ് 86 മാർക്സ്, ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്നില്ല. പക്ഷെ സന്തോഷത്തിൽ പുറത്ത് നിൽക്കാം, ചെയ്തിടത്തോളം നന്നായിട്ടുണ്ട്. അവൻഗാർഡിൽ മത്സരിക്കാനെത്തിയ 63 ചിത്രങ്ങളിൽ 22 ചിത്രങ്ങളാണ് ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഇതിൽ നിന്നും ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുന്ന ചിത്രങ്ങൾ ഏതാണ് എന്നാണ് റോഡ് ടു ഫിനാലയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചർച്ചയ്ക്കെടുത്തത് 2 ചിത്രങ്ങളായിരുന്നു, പാലസ്തീൻ ആൻഡ് റോൾ നമ്പർ 9. ഇതിൽ പാലസ്തീൻ മീഡിയം ആൻഡ് ഷോർട്ട് ഫിലിം അവാർഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ റോൾ നമ്പർ 9 സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും അടുത്ത എപ്പിസോഡിൽ മറ്റ് ചിത്രങ്ങളുമായി വീണ്ടും കാണാം. ബൈ, ടാറ്റ.